13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ്. അത് വലിയ പരാതിയാണ്. ആ പരാതി വായിക്കുമ്പോൾ നമുക്ക് ഞെട്ടി ധരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം ആഘാതം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പരാതിയാണ് ആ പെൺകുട്ടി നൽകിയിരിക്കുന്നത്. 2023 പരിചയപ്പെട്ട ശേഷം ആദ്യം വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരിചയപ്പെട്ട് പിന്നീട് ടെലിഗ്രാം നമ്പർ മേടിച്ച് അതുവഴിയായിരുന്നു ചാറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ആ ഘട്ടത്തിൽ അതിക്രൂരമായ പീഡനം നേരിട്ടു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. പീഡന സമയത്ത് പാനിക് അറ്റാക്ക് ഉണ്ടാക്കി, ശ്വാസം എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി, ശരീരമാസകലം മുറിവുകൾ ഉണ്ടായി എന്ന് ഈ പെൺകുട്ടി പറയുന്നു. അത്രത്തോളം ഗുരുതരമായ അല്ലെങ്കിൽ വളരെ രൂക്ഷമായ തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഇടപെടലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഉണ്ടായതെന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഈ ലൈംഗിക അതിക്രമത്തിന് ശേഷം ഇവർ തമ്മിലുള്ള ബന്ധം പിന്നീട് വഷളായി. അതായത് ആദ്യം വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ പീഡനം നടന്നത്. പിന്നീട് വിവാഹ വാഗ്ദാനം എന്ന കാര്യം മറച്ചുവെച്ചു. ഇപ്പോൾ തൽക്കാലത്തെ കാര്യം വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പറഞ്ഞത്. വീണ്ടും ആ എപ്പിസോഡ് അവിടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പെൺകുട്ടിയുമായി നിരന്തരം മെസ്സേജ് അയക്കുന്നു. ആ ഘട്ടത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടഡ് കോമയിൽ പറയേണ്ട ഒരു കാര്യം, ഗർഭം ധരിപ്പിക്കാം അല്ലെങ്കിൽ നിന്നെ എനിക്ക് ഗർഭിണിയാക്കണം എന്ന വാക്കാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിക്കുന്നത്. തൊട്ടു മുൻപ് ഇരയായിരുന്ന മറ്റൊരു പെൺകുട്ടിയോടും നിരന്തരമായി ശബ്ദ സന്ദേശമായും വാട്സപ്പിലും ഒക്കെ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ ആയി കണ്ട ഒരു കാര്യം, നിന്നെ എനിക്ക് ഗർഭം ധരിപ്പിക്കണം എന്നുള്ളതാണ്. അതേ വാചകം തന്നെയാണ് പിന്നീട് ഈ പെൺകുട്ടിയോടും പറഞ്ഞതെന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അത്തരത്തിൽ വീണ്ടും പലതവണ നേരിട്ട് കാണാനും അതിക്രമം നടത്താനുള്ള ശ്രമം നടത്തി എന്നുള്ളത് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഫെനി നൈനാൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പത്തനംതിട്ടയിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഫെനി നൈനാൻ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. സുഹൃത്തിന്റെ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതെന്നുള്ള കാര്യവും ഈ പെൺകുട്ടി ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, KPCC നേതൃത്വത്തിന് അല്ലെങ്കിൽ KPCCയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനായ സണ്ണി ജോസഫിനെതിരെ ഈ പെൺകുട്ടി പറയുന്നത്, ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ സണ്ണി ജോസഫ് പറഞ്ഞത് ഒരു തരത്തിലുള്ള പരാതി മറ്റൊരു പെൺകുട്ടിയുടെ പരാതി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് എത്രയോ മുമ്പ് ഇങ്ങനെ ഒരു പരാതി നൽകിയിരുന്നു. ഇത്രയും ക്രൂരമായ പീഡനം നടന്നു എന്നുള്ള പരാതി നൽകിയിട്ടും അത്തരത്തിലൊരു പരാതി പോലും വന്നിട്ടില്ല എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്, എനിക്ക് ഞെട്ടലാണ് ഉണ്ടായതെന്ന് ഈ പെൺകുട്ടി ഈ കത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ വിശദമായി വളരെ നീണ്ട ഒരു കത്താണ് ഈ പെൺകുട്ടി ഇപ്പോൾ KPCC നേതൃത്വത്തിനും AICCക്കും, അതായത് പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്.